പണ്ട് സമരം ചെയ്യുന്ന തൊഴിലാളികളോട് മുതലാളിമാർ കാണിച്ചിരിക്കുന്ന മുതലാളിത്ത സമീപനമാണ് ഈ തീവ്ര വലതുപക്ഷ സർക്കാരിന് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഈ 4ാം വാർഷികത്തിൽ അവർ ഉയർത്തിക്കാട്ടിയ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളും ചീട്ട് കൊട്ടാരം പോലെ തകർന്നടിഞ്ഞ കാഴ്ചയാണ്. 3288 ദിവസം പിന്നിടുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ. സർക്കാർ ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ ഈ 3288 ദിവസങ്ങളിൽ 510 ദിവസവും ശമ്പളമില്ലായിരുന്നു. സമരം ചെയ്യുന്നതിന് നികുതി കൊടുക്കണമെന്ന്, പൈസ കൊടുക്കണമെന്ന്, ഫീസ് കൊടുക്കണമെന്ന് ഉത്തരവിറക്കിയ, തിട്ടൂരമിറക്കിയ ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. നമസ്കാരം. 2ാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികം കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ ഇവിടെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. കണ്ടറിഞ്ഞ നവകേരള കാഴ്ചകൾ, നവകാഴ്ചകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിന് മുൻപിൽ വലിയ ഫ്ലെക്സുകളുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീണിരിക്കുന്നു, ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് നിർത്തലാക്കി എന്നിങ്ങനെയുള്ള, അതായത് സർക്കാർ ജീവനക്കാർ ഈ ഒരു ഇടത് സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അനുഭവിച്ച ഓരോ അവസ്ഥകളും അവർ എണ്ണി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. DA അനുവദിക്കൽ 3 വർഷവും 3 മാസവും വൈകി, കിട്ടിയ കുടിശ്ശികയും കവർന്നു, നവകേരള നയ വ്യതിയാനം, അരിയറോ അത് മറന്നേക്കൂ എന്നിങ്ങനെ നിരവധി ക്യാപ്ഷനോടുകൂടി ഇവർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. കേരളത്തെ ദുരിതത്തിന്റെ കടത്തിന്റെ കാണാ കയങ്ങളിലേക്ക് തള്ളി വീഴ്ത്തുന്നു. സമരം ചെയ്യുന്നവരോട് അവർക്ക് പുച്ഛമാണ്. പണ്ട് സമരം ചെയ്യുന്ന തൊഴിലാളികളോട് മുതലാളിമാർ കാണിച്ചിരിക്കുന്ന മുതലാളിത്ത സമീപനമാണ് ഈ തീവ്ര വലതുപക്ഷ സർക്കാരിന് ഇപ്പോൾ ഉള്ളത്. ഒരു നാണവുമില്ലാതെ കോടികൾ ചെലവാക്കി അവരാഘോഷങ്ങൾ നടത്തുകയാണ്. അവർ ഈ ആഘോഷത്തിൽ ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പറഞ്ഞ 2 കാര്യം, ഒന്ന് വിഴിഞ്ഞം തുറമുഖം പൂർത്തീകരിച്ചുവെന്നാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം അത് നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ചെയ്തത്. 2ാമത് പറഞ്ഞത് നാഷണൽ ഹൈവേ ഞങ്ങൾ കൊണ്ടുവന്നു എന്നാണ്. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു ആ മുതൽ ഷാ വരെ ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, എല്ലാം കേന്ദ്ര സർക്കാരാണ്. ഇപ്പോഴും പൊതുമരാമത്ത് മന്ത്രി പറയുന്നു ഞാൻ ഇനിയും റീലിടും. ഇത്രയും നാൾ 6 മാസമായി ഈ ഹൈവേയുടെ റീലിട്ടുകൊണ്ട് നടക്കുകയാണ്. ഇനി അദ്ദേഹം റീലിടേണ്ടത് ഈ ഹൈവേ പൊളിഞ്ഞു കിടക്കുന്ന 50 സ്ഥലത്ത് പോയിട്ടാണ് അതിന്റെ റീലിടേണ്ടത്. അപ്പൊ ഈ 4ാം വാർഷികത്തിൽ അവർ ഉയർത്തിക്കാട്ടിയ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളും ചീട്ട് കൊട്ടാരം പോലെ തകർന്നടിഞ്ഞ കാഴ്ചയാണ്. കേരളത്തിലെ ജനങ്ങളെ പേടിപ്പിക്കാൻ, നമ്മൾ പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി പറയില്ലേ, എന്തെങ്കിലുമൊക്കെ പറയൂലേ, പിള്ളേരെ പഠിപ്പിക്കാൻ നീ മര്യാദയ്ക്ക് വേഗം ഭക്ഷണം കഴിക്കി ഉമ്മാക്കി വരുമെന്ന് പറയും. അതുപോലെയാണ് ഇപ്പൊ കേരളത്തിലെ ജനങ്ങളെ പേടിപ്പിക്കാൻ പിണറായി 3 എന്ന് പറയുന്നത്. അവിടെ ആളുകൾക്ക് ഭീതിയാവുകയാണ് മനസ്സിൽ, ഇല്ലേ? ഒരു പിണറായി 3 ഇല്ല. 100-ലധികം സീറ്റോട് കൂടി ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചു വരും. അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ പങ്കാളികളാകണം. കേരളത്തിന്റെ ചരിത്രത്തിൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ, അധ്യാപകരെ ഇതുപോലെ കളിപ്പിച്ച, വഞ്ചിച്ച ഒരു സർക്കാർ ഉണ്ടായിട്ടില്ല. ഈ ഇടത് സർക്കാർ പറയുന്ന, നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നവകേരളത്തിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഏതൊക്കെ ഈ ദുരിതക്കയങ്ങളിലൂടെയാണ് നിങ്ങൾക്ക് സഞ്ചരിക്കേണ്ടി വന്നിരിക്കുന്നത് ഈ ഒരു ദിവസം വരെ? കേരളത്തിൻ്റെ നവകാഴ്ചകളാണ് ഞങ്ങളിവിടെ പ്രദർശിപ്പിച്ചത്. അത് 26 എണ്ണം ഉണ്ടായിരുന്നു. അജണ്ട വെച്ച് എടുക്കുമ്പോഴത്തേക്കും 26 എണ്ണം ഉണ്ടായിരുന്നു. ജനങ്ങൾ മൊത്തം ഉള്ളത് 108 ക്യാൻവാസാണ് ഞങ്ങളിവിടെ ഒരുക്കിയത്. പ്രതീകാത്മകമായി ഈ ഭരണം 108 മാസം പിന്നിടുകയാണ്. ഇന്ന് പൂർത്തിയാക്കണം. അതായത് 3288 ദിവസം പിന്നിടുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ. സർക്കാർ ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ ഈ 3288 ദിവസങ്ങളിൽ 510 ദിവസവും ശമ്പളമില്ലായിരുന്നു. ഈ സർക്കാർ അടിച്ചുകൊണ്ട് പോയത് 510 ദിവസത്തെ ശമ്പളമാണ് ജീവനക്കാരുടെ കയ്യിൽ നിന്നും. ലീവ് സറണ്ടറിൻ്റെ രൂപത്തിൽ, DAയുടെ രൂപത്തിൽ, DA കുടിശ്ശികയുടെ രൂപത്തിൽ, ശമ്പള പരിഷ്കരണം തരാതിരുന്നുകൊണ്ട്, കുടിശ്ശിക തരാതിരുന്നുകൊണ്ട്, അങ്ങനെ ഈ 510 ദിവസത്തെ ശമ്പളം 25,02,000 രൂപ വരെ, അതായത് 1/4 കോടി രൂപ വരെയാണ് ഞങ്ങളിൽ നിന്നും ഈ സർക്കാർ കവർന്നുകൊണ്ട് പോയിരിക്കുന്നത്. മാത്രമല്ല, കേരളത്തിൻ്റെ അവസ്ഥ എന്താണ്, സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ജനങ്ങളുടെ അവസ്ഥ എന്താണ്? ഓരോ ദിവസവും നമുക്ക് ചാനൽ തുറക്കാൻ പറ്റുമോ?
ഓരോ പിഞ്ചു കുഞ്ഞും പിറന്നു വീഴുന്ന പിഞ്ചു കുഞ്ഞു മുതൽ കിടക്കപ്പായി കിടക്കുന്ന വന്ധ്യ വയോധികകൾ വരെ അനുനിമിഷം പീഡിപ്പിക്കപ്പെടുന്ന ഒരു സാമൂഹിക വ്യവസ്ഥയാണ് ഈ 9 വർഷത്തെ നവകേരള കാഴ്ചയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കരച്ചിൽ വരില്ലേ നമുക്ക്? കഴിഞ്ഞ ദിവസത്തെ ആലുവയിലെ ചെമ്മനാട്ടെ ആ പാവപ്പെട്ട പിഞ്ചു ബാലിക കശ്മലനാൽ പീഡിപ്പിക്കപ്പെട്ട് സ്വന്തം മാതാവിനാൽ ജീവൻ നഷ്ടപ്പെട്ട 3.5 വയസ്സുകാരിയായ കൊച്ചു കേരളത്തിൻ്റെ നവകാഴ്ചയുടെ നീറുന്ന പ്രതീകമാണ്. നോവുന്ന നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണാൻ കഴിയുന്നത്. കുറച്ച് ദിവസം മുമ്പായിരുന്നു ഇതേ ആലുവയിൽ ഒരു പിഞ്ചു ബാലിക, അന്യസംസ്ഥാനക്കാരിയായ ഒരു പിഞ്ചു ബാലിക കാബാലികന്മാരാൽ കൊല്ലപ്പെട്ടത്. ഇവിടെ വെടിവെപ്പ് പോലും കേരളത്തിൽ നടക്കുന്നു. എന്നെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? മയക്കുമരുന്ന് ഉപയോഗം സാർവത്രികമായിരിക്കുന്നു. ജനങ്ങൾ പീഡനം അനുഭവിച്ച് ജനത്തിൻ്റെ ജീവിതം ദുസ്സഹമായി മാറിയിരിക്കുന്നു. ഒരു കണക്കിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത ജഡാവസ്ഥയിലാണ് ഇന്ന് കേരളത്തിലെ ജനത. ഈ ജനതയെ അങ്ങനെ ആക്കി തീർത്തെന്ന് പറയുന്നത് 108 മാസത്തെ നവകേരളം എന്ന ഇവരുടെ സങ്കല്പമാണ് എങ്കിൽ ആ നവകേരളത്തെ നമുക്ക് തിരുത്തി എഴുതിയേ മതിയാകൂ. സർചാർജ് കൊടുക്കണം. കേരളത്തിൽ സർചാർജിന് നീരാളിപ്പിടുത്തമാണ്. നികുതി വരിഞ്ഞു മുറുകിയിരിക്കുകയാണ് കേരളത്തിലെ ജനതയെ. കേരളത്തിൽ എന്താ ബാക്കിയുള്ള നികുതി ഏർപ്പെടുത്താൻ? ഇവിടെ നിൽക്കുന്നതിന് നമ്മൾ നികുതി കൊടുക്കണം. കാരണം സമരം ചെയ്യുന്നതിന് നികുതി കൊടുക്കണമെന്ന്, പൈസ കൊടുക്കണമെന്ന്, ഫീസ് കൊടുക്കണമെന്ന് ഉത്തരവിറക്കിയ തിട്ടൂരമിറക്കിയ ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. തൽക്കാലം മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിൽക്കുന്നതിന് കാശ് കൊടുക്കണം, ഇരിക്കുന്നതിന് കാശ് കൊടുക്കണം, കിടപ്പ് നികുതി കൊടുക്കണം. എന്തിന് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭരണം അവസാനിക്കുമ്പോൾ പൂനിലാവിനും പ്രാണവായുവിനും നികുതി വരുമോ എന്നുള്ള ഒരു സംശയത്തിലാണ് കേരള ജനത. അതാണ് ഇന്നത്തെ സാമ്പത്തിക സാമൂഹിക ക്രമം ഈ നവകേരളം സമ്മാനിച്ചിരിക്കുന്നത്. ദുരിതമല്ലേ, ദുരന്തമല്ലേ? എവിടെ നോക്കിയാലും ഒരു തള്ളു കൊടുത്താൽ മതി. ഒറ്റ തള്ളായിരുന്നു. മറ്റേ ഹരീഷ് കണാരൻ പറഞ്ഞാൽ ഒരൊറ്റ തള്ളായിരുന്നു എന്ന് പറഞ്ഞ് ആഞ്ഞൊന്ന് തള്ളിയപ്പോൾ കേരളത്തിൻ്റെ ദേശീയപാത വിള്ളൽ വീണു. 100 മീറ്ററോളം വിള്ളലായി. ഒരൊറ്റ തള്ളിൽ ഒരു വണ്ടി ഒന്ന് കടന്നു പോയപ്പോൾ അവർ പറയുന്നത് എന്താണ്? വണ്ടി എന്തിനാ റോഡിലൂടെ വണ്ടി ഓടിയിട്ടല്ലേ ആ റോഡ് പൊളിഞ്ഞതെന്നാണ്. അതിനുവേണ്ടിയാണോ ഇവർ റോഡുണ്ടാക്കിയത്? ഇവർ ദേശീയപാത പണിഞ്ഞത് അതിനുവേണ്ടിയാണോ? ജനങ്ങളുടെ നികുതിപ്പണമല്ലേ? ആ റോഡിലൂടെ സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ, കാറിൽ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ, വാഹനത്തിൽ സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ടോൾ കൊടുക്കണ്ടേ? അഴിമതികൾക്ക് A+ നേടിയ ഒരു സർക്കാർ, ഒരു ഭരണകൂടം, നൊമ്പരങ്ങൾ മാത്രം സമ്മാനിച്ചിട്ടുള്ള ഒരു സർക്കാർ. കൊലപാതകങ്ങൾ എത്രമാത്രം നടന്നു? സ്ത്രീധന പീഡനങ്ങളും സ്ത്രീധന കൊലപാതകങ്ങളും. അഞ്ചല്ല ഉത്തര, നിലമേലെ വിസ്മയ, ആലുവയിലെ മോഫിയ പർവീൻ, അങ്ങനെ എത്ര വനിതകൾക്കാണ് ഈ കുടില ഭരണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്? റാഗിങ്, സിദ്ധാർത്ഥിൻ്റെ കാര്യം, സിദ്ധാർത്ഥ്, ഷഹബാസ് സ്വന്തം സഹപാഠികളാൽ ക്രൂരമായി തലതല്ലിപ്പൊളിച്ച് തലച്ചോറ് പുറത്തു വന്ന് മരണമടയേണ്ടി വന്ന ഷഹബാസിൻ്റെ നാട്ടിലാണ് ഇവർ പറയുന്നത് ഇത് നവകേരളമാണോ എന്ന്. ഇത് നവകേരളമാണോ? ഇത് കൊലപാതക കേരളമാണോ? പേവിഷ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഇപ്പോൾ അതിനുള്ള പ്രതിരോധം കിട്ടുന്നുണ്ടോ? പേവിഷ വാക്സിനിൽ തന്നെ പ്രതിരോധശേഷി നഷ്ടപ്പെട്ട പേവിഷ വാക്സിൻ സപ്ലൈ ചെയ്യുന്ന ഒരു ഭരണകൂടം എന്താണുള്ളത്? കോള പിടിപെട്ട് ഇവിടെ മരിക്കുന്നു. കാട്ടാനക്കരിയിൽപ്പെട്ട് ഓരോ ദിവസവും ജനത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വന്യമൃഗങ്ങളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ നിലവിളിക്കുന്ന നിസ്സഹായതയുടെ നിലവിളികളായി കേരള ജനത മാറിയിരിക്കുന്നു. ഇതെങ്ങനെ മുന്നോട്ട് പോകും? ഇതാണോ നവകേരളം? ഇതാണ് നവകേരളമെങ്കിൽ അത് തിരുത്തി എഴുതിയേ മതിയാകൂ. ആ നവകേരളത്തിൻ്റെ പുറന്തോട് പൊളിച്ചു മാറ്റി ഞങ്ങൾ കേരളത്തെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കേരളത്തിൻ്റെ നവകേരള കാഴ്ച എന്താണ് എന്ന്. പട്ടിണി, പരിവട്ടം, അക്രമം, മാഫിയ വാഴ്ച, ഗുണ്ടാത്തേർ വാഴ്ച, സ്ത്രീധന മരണം, റാഗിങ്, കോളേജുകളിൽ റാഗിങ്, കലാലയങ്ങളിൽ മയക്കുമരുന്ന് ഭീഷണി, ഇങ്ങനെ ജനത്തെ സമഗ്രം ബാധിക്കുന്ന ദുരിതങ്ങളുടെ നവകാഴ്ചയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നുള്ള മോചനമാണ് കേരള ജനതയ്ക്ക് ആവശ്യം. എന്തായാലും നവകേരളത്തിൽ നമ്മുടെ പൊതുജനങ്ങളും അതുകൂടാതെ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിൽപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരും മറ്റു പൊതുജനങ്ങളും എല്ലാവരും തന്നെ അനുഭവിച്ചു പോരുന്ന ദുരിതങ്ങൾ എണ്ണി പറയുകയാണ് ഇവർ. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.